എല്ലാത്തിനും കാണിച്ചു തരാം. അപ്പൊ ഇതൊന്നും അറിഞ്ഞില്ലേ? ഇപ്പോഴിതാ മോഹൻലാലിന്റെ ദൃശ്യം 3 OTT-യിലേക്കും എത്താൻ ഒരുങ്ങുന്നു. തിയേറ്ററിലെത്തിയ മലയാളികളെ പല്ലിളിച്ച് കാണിക്കുകയായിരുന്നു ദൃശ്യം 3-യിലൂടെ പടത്തിന്റെ ടീം എന്ന് നിസ്സംശയം പറയാം. ഇത് പടം മൊത്തം മുതുക്ക് കോമഡി. ഈ സിനിമയിൽ ഏറ്റവും ബെസ്റ്റ് റോള് നിന്റെയാ. വീണ നന്ദകുമാർ ബക്കറ്റും പിടിച്ചൊരു പോക്ക് പോകും, തിരിഞ്ഞു പോലും നോക്കൂല. പിന്നെ പുള്ളിക്കാരിയെ പടത്തിൽ കണ്ടിട്ടേ ഇല്ല. ആ പോക്കങ്ങ് പോയി. ബക്കറ്റും ചവിട്ടി പൊട്ടിച്ച് പുറത്ത് വേറെണ്ണം മേടിച്ചോണ്ട് വരാം. ഈ മാസം ഇത് 4ാമത്തെ ബക്കറ്റാ. വീണയ്ക്ക് ഒരു ബക്കറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞൊരു മീം വന്നിട്ടുണ്ട്, കണ്ടായിരുന്നു? 2-3 സീനിൽ ബക്കറ്റും പിടിച്ച് ജോർജ് കുട്ടി കാണണല്ലോ. അപ്പൊ വരുമ്പോ കൈയും വീശി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ? നീ ഇത് സന്തോഷമായിട്ട് സ്വീകരിച്ചാട്ടെ. വീണയ്ക്ക് എന്തായാലും നല്ല പബ്ലിസിറ്റി. എന്നെ വിളിച്ചു വീണ പറഞ്ഞു നല്ല ഇങ്ങനെ വരുന്നത്. ഞാൻ പറഞ്ഞു നല്ലതല്ലേ, ഇത്രക്കുള്ള നല്ല പബ്ലിസിറ്റി അല്ലേ കിട്ടുന്നതെന്ന് പറഞ്ഞു. നല്ല വേഷം എന്നെ വിളിക്കണം. നിനക്ക് ഈ സിനിമയുടെ കാര്യം ഒന്നും അറിയാമോ? ഈടാ ഒരുത്തം പോലീസ് വേഷം ചെയ്ത് നന്നായി, പിന്നെ അവന് എല്ലാ പടത്തിലും പോലീസുകാരനായിരിക്കും. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. അതിനിടയിൽ ഒരു ചെറിയൊരു തമാശ രൂപയാണ് പറഞ്ഞിരുന്നല്ലോ. അതോടെ ആള് ബക്കറ്റ് സ്റ്റാർ പോയി. പിന്നെ വാസു ആണ്. വാസുവണ്ണന്റെ കണ്ണീന്ന് ചോര വന്ന് അയാൾ ഒരു വാമ്പയർ ആകുമോ എന്ന് വരെ ഒരു വേള ഞാൻ സംശയിച്ചു. വെജാതി ചോപ്പ്, കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. അനിയാ പോട്ടെ, അമ്പിമോനെ പോട്ടറ. അറിയൊന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?